എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടിയൊന്നും ചേർക്കാതെ സോഫ്റ്റും അതുപോലെ തന്നെ മുരിഞ്ഞതുമായ ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂർ അതിൽ കൂടണ്ട. എന്നിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം അരച്ചെടുക്കാനേ. നന്നായിട്ട് അരഞ്ഞു പോകേണ്ട, ഒരു തരിതരിപ്പോട് വേണം അരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വെള്ളം കൂടി പോകാനും പാടില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോഴും എടുത്തിട്ടുള്ളത്. ഉഴുന്നിൻ്റെ ഇതനുസരിച്ചിരിക്കും, ഓരോരുത്തർക്കും കിട്ടുന്ന ഉഴുന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇതുപോലെ തരിതരിപ്പോട് വേണം അരച്ചെടുക്കാൻ. നമ്മൾ വെള്ളം ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കണം. അതിൽ ശരിയായില്ലെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോഴും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീസ്പൂണിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതാണ്. അതുപോലെ കുറേശ്ശെ ഇട്ട് വേണം അരച്ചെടുക്കാൻ. അങ്ങനെ മുഴുവൻ ഉഴുന്നും കുറേശ്ശെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സവാള. അത് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, മോൾക്ക് കൊടുക്കണതായതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പ്, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടിയും ചേർക്കാം. എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കായപ്പൊടി ചേർക്കുന്നില്ല. വെള്ളം ഒരുപാട് കൂടി പോകാതെ ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് ഉഴുന്നുവട നല്ല ഷേപ്പിന് കിട്ടുള്ളൂ. വെള്ളം കൂടിപ്പോയ ഉഴുന്നുവടയുടെ ആ ഒരു രൂപവും ആ ഒരു ടേസ്റ്റും തന്നെ മാറിപ്പോവും. പിന്നെ നമുക്ക് വിചാരിച്ച ഷേപ്പിനൊന്നും കിട്ടൂല. എന്നിട്ട് അരച്ച് വെച്ച മാവ് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആവും വരെ ഇതുപോലെ പതപ്പിച്ചെടുക്കണം. ബീറ്റ് ചെയ്ത് എടുക്കണം. കൈ കൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ഞാൻ ഒരു സ്പൂൺ വെച്ചാണ് ഇതുപോലെ സോഫ്റ്റ് ആവും വരെ ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. മാവ് നല്ല സോഫ്റ്റായി വരുന്നത് കണ്ടോ. ഞാൻ ഇതിൽ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ വടയുടെ ഷേപ്പിൽ പരത്തി കൊടുക്കാനായിട്ട്, വടയാക്കി എടുക്കാനായിട്ട്. മാവ് ഒട്ടി പിടിക്കാതെ ഈ കയ്യിൽ നല്ല ഇതായിട്ട് വന്നേണ്ടോ. വലത് കയ്യിൽ നിന്ന് ഇടത്തോട്ട് വെച്ചപ്പോഴൊക്കെ ഒട്ടി പിടിക്കാതെ കിട്ടി. കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കണം കേട്ടോ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഇതിൽ അരിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. വട പൊരിക്കുന്നതിനാവശ്യമായ എണ്ണ റെഡി ആയിട്ടുണ്ട്. എണ്ണ റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വടയുടെ മാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ആ മാവ് കോരി മാറ്റിയിട്ട് വേണം ഉഴുന്ന വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഉഴുന്ന വട ഇടുമ്പോൾ എണ്ണ തെറിക്കാതെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഇട്ടപ്പോൾ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്നിട്ട് ഓരോ ഭാഗവും ഒന്ന് കുക്കായതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയതിൽ ആദ്യത്തെ ഉഴുന്ന വടയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തപ്പോഴുള്ള ഒരു പ്രശ്നം കൊണ്ട് സൈഡിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വരുമല്ലോ, അതിന് ശേഷമാണ് ശരിയായത് കേട്ടോ. അതിന് ശേഷം ഇട്ട വടയെല്ലാം ശരിയായിട്ടുണ്ട്. രണ്ടാമത്തെ വട ഇട്ട് കൊടുക്കണുണ്ട്. അടുത്ത വടയും ഇതുപോലെ ഓരോ സൈഡും മൂത്ത് വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാമേ. ആദ്യത്തെ വട റെഡി ആയിട്ടുണ്ട്. മൂത്ത് വന്ന വട നമുക്ക് കോരി മാറ്റാമേ. വട കോരി മാറ്റുവാണ്. അടുത്ത വടയും ഇതുപോലെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാമേ. അപ്പോൾ മുഴുവൻ മാവ് നമുക്കിതുപോലെ വടകളാക്കി എടുക്കാമേ. ഇനി ഇതിനാവശ്യമായിട്ടുള്ളൊരു ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാമേ. അതിനായിട്ട് കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിടാം. ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. അതും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. വെള്ളമായി പോകാതെ നല്ല കട്ടി ചമ്മന്തിയാണ് കേട്ടോ വേണ്ടത്. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാമേ. അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ.
ഇതാ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചമ്മന്തി കടുക് വറുത്തതിൽ കൂടി ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ചമ്മന്തി അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ആ ചമ്മന്തി കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളമില്ലേ, അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ പച്ചവെള്ളത്തിൽ ഒഴിച്ച് ചെയ്യണേക്കാട്ടി നല്ലത് കറിയിലൊക്കെ ചൂടുവെള്ളം ചേർക്കണതാണ് നല്ലത്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവേ. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി ഒന്ന് ഇളക്കി കൊടുക്കണം. ചമ്മന്തി ഒന്ന് ചൂടായി വരണേ, തിളച്ചൊന്നും പോകരുത്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഈ സമയം ഉപ്പുണ്ടാന്നൊക്കെ നോക്കിക്കൊള്ളണം. ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചമ്മന്തി ഉഴുന്നുവട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. വട ഉണ്ടാക്കാൻ 250 ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ഉഴുന്നിന് ഒരു 15 വടയോളം കിട്ടി കേട്ടോ. അതിൽ 2-3 എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് മോളും ചേട്ടനും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് വടയായിരുന്നു കേട്ടോ. അപ്പോൾ വടയും ചമ്മന്തിയൊക്കെ നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാണെങ്കിൽ ഉഴുന്നൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വട ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാമേ. വട ഉണ്ടാക്കാൻ ഞാൻ അരിപ്പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് വട തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.